10 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുടെ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. നിലമ്പൂർ പറമ്പ GUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യൻ ആറാണ് IT ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ അസാമാന്യമായ കഴിവുകളാണ് ഈ കൊച്ചുമിടുക്കൻ പ്രകടിപ്പിക്കുന്നത്. കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസുകൾ കേൾക്കാൻ മുത്തശ്ശി വാങ്ങി നൽകിയ ഒരു പഴയ ലാപ്ടോപ്പിൽ നിന്നാണ് ആദിത്യന്റെ കമ്പ്യൂട്ടർ യാത്ര ആരംഭിക്കുന്നത്. ഗെയിം ഡെവലപ്പർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നീ സ്വപ്നങ്ങളുമായി തുടങ്ങിയ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഗൂഗിൾ പോലൊരു വലിയ കമ്പനി തുടങ്ങുക എന്ന സ്വപ്നത്തിലാണ്. ഈ കൊച്ചുമിടുക്കൻ ഇതിനോടകം 2 ഗെയിമുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഒരു 3D ഗെയിമും ഒരു 2D ഗെയിമും. 3D ഗെയിം നിർമ്മിക്കാൻ 2 ദിവസവും 2D ഗെയിമിന് അര ദിവസവുമാണ് എടുത്തത്. ഗെയിം കളിച്ചപ്പോൾ കണ്ട ലോഗോയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളും യൂട്യൂബിൽ യാദൃശികമായി ഗെയിം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടതും ഗെയിം ഡെവലപ്പിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു. സ്കൂൾ വെബ്സൈറ്റ് നിർമ്മാണത്തിന് 2 മാസത്തിലേറെയാണ് സമയമെടുത്തത്. അതിന്റെ മോഡിഫിക്കേഷൻ പ്രോസസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. വെബ്സൈറ്റുകളിലും യൂട്യൂബിലുമുള്ള ഫ്രീ കോഴ്സുകൾ അറ്റൻഡ് ചെയ്താണ് ആദിത്യൻ ഇതെല്ലാം പഠിച്ചെടുക്കുന്നത്. ഹാക്കിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് മാത്രമേ ചെയ്യൂ എന്നാണ് ആദിത്യൻ മറുപടി നൽകിയത്. ആദിത്യ 2025 എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ആദിത്യൻ തുടങ്ങിയിട്ടുണ്ട്. കോഡിംഗ് പഠിപ്പിക്കൽ, ഗെയിം നിർമ്മാണം, IT സാധ്യതകൾ എന്നിവ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധിക്കാലത്ത് കൂടുതൽ സജീവമാകാനാണ് ആദിത്യൻ ലക്ഷ്യമിടുന്നത്. IT ലോകത്തെക്കുറിച്ച് മുതിർന്നൊരാൾക്ക് അറിയുന്ന മേഖലകളെക്കുറിച്ചെല്ലാം മികച്ച ധാരണകൾ ഇതിനോടകം ആദിത്യൻ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഈ കൊച്ചുമിടുക്കന്റെ നേട്ടങ്ങൾ കണ്ടാൽ ആരും അമ്പരന്നു പോകും. ഞാൻ ഒരു വെബ്സൈറ്റും ഒരു 2 ഗെയിമും ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളിന് വേണ്ടി. എൻ്റെ സ്കൂളിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് http://gps-paramba.netify.app/ അതിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കൂടി അങ്ങനെ ചേരാം. ഞാൻ ഈ 2-3 മാസം എടുത്തു. അതിൻ്റെ കൂടുതലും എടുത്തു കുറച്ച്. ഞാൻ പഠിച്ചത് ഗൂഗിളിൽ കുറേ ഫ്രീ ആയിട്ട് കോഴ്സ് ഉണ്ട് വെബ്സൈറ്റിൽ. ഓക്കെ, അപ്പോൾ GD കോഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കുറേ കോഴ്സ് ഉണ്ട് ഫ്രീ ആയിട്ട്. അത് മാത്രമല്ല യൂട്യൂബിലും ഇങ്ങനെ C++, C#, JavaScript, PHP, GD സ്ക്രിപ്റ്റ്, പൈത്തൺ, അതുപോലെ കുറേ കോഡിംഗ് ലാംഗ്വേജിൻ്റെ ഫ്രീ കോഴ്സ് ഉണ്ട്. അതാകെ 2 മണിക്കൂർ 5 മണിക്കൂർ ഉണ്ടാവുമല്ലോ. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് ഇങ്ങനെ ടൈം ആളുന്ന കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. എനിക്ക് ബോറടിച്ചത് കൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ ഗെയിം ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഗെയിം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഗെയിം കളിക്കണതിനെക്കാളും ഭയങ്കര ഇഷ്ടം തോന്നി അതിനോട്. അപ്പോൾ എനിക്ക് ആ കുറേ കോഡിങ് ലാംഗ്വേജ് പഠിച്ചു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഗെയിം ഉണ്ടാക്കുക കോഡിങ് ലാംഗ്വേജും വേണമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് പൈത്തൺ, പിന്നെ പൈത്തൺ കഴിഞ്ഞിട്ട് JavaScript, HTML, CSS അങ്ങനെ കുറച്ചൊക്കെ ഞാൻ പഠിച്ച് പോയിട്ട് ഇപ്പോൾ C++, C#, C ഒക്കെ പഠിച്ചു. ഇനി ഞാൻ PHPയും Go എന്ന് പറയുന്ന ലാംഗ്വേജൊക്കെ പഠിക്കണം. പിന്നെ അതിലും കൂടുതലായിട്ട് ഇനിയും പഠിക്കാൻ എനിക്ക് പ്രയാസം കുറച്ചുണ്ട്, എന്നാലും ഞാൻ പഠിക്കും. നമ്മുടെ സ്കൂളിന് വേണ്ടി ഈ ഒരു മേഖലയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, 2 ഗെയിമുകൾ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിലുള്ളൊരു കുട്ടി ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ വിജയിച്ചു എന്നറിയുന്നത് നല്ലൊരു ഭാവി ഈ മേഖലയിൽ അവനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആദിത്യനെ ഓർത്ത് ഞങ്ങളേറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് പറയാം ഒക്കെ ഓക്കെയാണ്. അങ്ങനെയാണ് സ്കൂളിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ഡൊമൈൻ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു വെബ്സൈറ്റ് നമുക്ക് സ്കൂളിൽ ഉണ്ടാക്കി തന്നു. അപ്പോൾ എന്തായാലും ഒരു വലിയ കമ്പ്യൂട്ടർ വിദഗ്ധനായിട്ട് തന്നെ മാറാനുള്ള എല്ലാവിധ സാധ്യതയുള്ളൊരു കുട്ടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ എന്ത് കാര്യം ചോദിച്ചാൽ ഞാൻ അതിനുശേഷം നമ്മൾ IT ക്ലബ് കൺവീനർ ഉണ്ട്, സബ് ജില്ല, നിലമ്പൂർ ഉപജില്ലയുടെ കൺവീനർ ഒരു വിനോദ് മാഷെ കോൺടാക്ട് ചെയ്തു. കാരണം നമ്മളെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ള ഒരാളെ കിട്ടുകയാണ് നല്ലതാണ്. അങ്ങനെ അദ്ദേഹത്തെയും കുട്ടി അവിടെ പോയി.
ഈ പെട്ടെന്ന് വരണിട്ടെന്ന് പറഞ്ഞ് വന്ന ആള് 2 മണിക്കൂറാണ് ഇരുന്നത്. കാരണം ഇവനോടുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ ആ ഒരു IT മേഖല എത്രത്തോളം പ്രാവീണ്യം ഈ കുറഞ്ഞ കാലം കൊണ്ട് നേടിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ചാനൽ നിലമ്പൂർ. Yes.